ഹലോ സ്റ്റുഡൻസ്, അപ്പൊ നമ്മൾ പുതിയൊരു സബ്ജക്റ്റിലേക്ക് കടക്കാൻ പോവാണ്. അപ്പൊ നമ്മുടെ സബ്ജക്റ്റിന്റെ പേരെന്ന് പറയുന്നത് ഓർഗനൈസേഷണൽ ഡെവലപ്മെന്റ് ആൻഡ് ചേഞ്ച് എന്നുള്ളതാണ്. ഒരു ഓർഗനൈസേഷന്റെ ഡെവലപ്മെന്റിന്റെയും അതിന്റെ ചേഞ്ചസിനെ കുറിച്ച് പറയുന്ന ഒരു സബ്ജക്റ്റ് ആണ് MMPH 005 എന്നുള്ള ഈ ഒരു സബ്ജക്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സബ്ജക്റ്റിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കും. അതായത് ഈ ഒരു എന്താണ് ഓർഗനൈസേഷണൽ ഡെവലപ്മെന്റ്, ചേഞ്ച്, അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ 4 ബ്ലോക്സ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു സബ്ജക്റ്റിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡിംഗ് ചേഞ്ച്. അതിൽ നമുക്ക് 4 യൂണിറ്റ് ആണുള്ളത്. ഫസ്റ്റ് കൺസെപ്റ്റ് ഓഫ് മാനേജിങ് ചേഞ്ച്, സെക്കൻഡ് ടൈപ്പ് ഓഫ് ചേഞ്ച്, തേർഡ് ഫാക്ടേഴ്സ് ക്രിട്ടിക്കൽ ടു ചേഞ്ച്, ഫോർത്ത് ഈസ് ഓർഗനൈസേഷണൽ കൾച്ചർ ആൻഡ് ചേഞ്ച്. അപ്പൊ ഈ 4 ഫാക്ടേഴ്സ്, അതായത് ചേഞ്ചിനെ കുറിച്ചുള്ള ഒരു എന്താണ് ബ്ലോക്ക് ആണ് അല്ലെങ്കിൽ യൂണിറ്റ്സ് ആണ് നമ്മൾ അവിടെ നോക്കുന്നത്. സെക്കൻഡ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷണൽ ഡെവലപ്മെന്റ് ആണ്, അതായത് ഡെവലപ്മെന്റിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അതിൽ ഉള്ള യൂണിറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ യൂണിറ്റ് 5 എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷണൽ ഡെവലപ്മെന്റ് എന്താണ്, അതിന്റെ ഒരു ഓവർവ്യൂ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 6th എന്ന് പറഞ്ഞാൽ ഇന്റർവെൻഷൻസ് ഇന്റർവെൻഷൻസിനെ കുറിച്ച് പറയുന്നത്, അതായത് ഓർഗനൈസേഷണൽ ഡെവലപ്മെന്റിന്റെ ഇന്റർവെൻഷൻസ്. പിന്നെ 7th എന്താണ്, ഓർഗനൈസേഷണൽ അനാലിസിസ് ആണ് നോക്കുന്നത്. അടുത്തത് തേർഡ് ബ്ലോക്കിൽ ഫോംസ് ഓഫ് ഓർഗനൈസേഷണൽ ചേഞ്ച്. ഓർഗനൈസേഷണൽ ചേഞ്ചിന് ഡിഫറെന്റ് ഫോംസ് ഉണ്ട്, അതായത് മേജേഴ്സ് ഉണ്ട്, അക്വിസിഷൻസ് ഉണ്ട്. ആ ഒരു ഫോംസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. 8th യൂണിറ്റ് മേജേഴ്സ് ആൻഡ് അക്വിസിഷൻസ് ആണ്. 9th ടേൺ അറൌണ്ട് മാനേജ്മെന്റ് ആണ്. 10th യൂണിറ്റ് പ്രോസസ് ബേസ്ഡ് ചേഞ്ച് ആണ്. 11th ഈസ് ഗ്രൂപ്പ് ബേസ്ഡ് അപ്രോച്ചസ് ടു ചേഞ്ച്. 12th ഈസ് എവല്യൂഷൻ ഓഫ് ഓർഗനൈസേഷൻ ചേഞ്ച്. ഓർഗനൈസേഷൻ ചേഞ്ചിന്റെ എവല്യൂഷൻ നമ്മൾ നോക്കും. പിന്നെ ലാസ്റ്റ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ റോൾ ഓഫ് ചേഞ്ച് ഏജന്റ്. റോൾ ഓഫ് ചേഞ്ച് ഏജന്റിൽ നമ്മൾ നോക്കുന്നത് എന്തൊക്കെയാണ്, യൂണിറ്റ് 13 ആണ്. അവിടെ റോൾസ് ആൻഡ് സ്കിൽസ് ഇൻ മാനേജിങ് ചേഞ്ച്, എന്തൊക്കെ റോൾസും സ്കിൽസും ആണ് ആവശ്യമെന്നതും. 40th മാനേജിങ് റെസിസ്റ്റൻസ് ടു ചേഞ്ച്. അപ്പം അതാണ് നമുക്ക് കുറച്ചുകൂടെ ഡിസ്കസ് ചെയ്യാം. ഓരോ യൂണിറ്റ്സിൽ നമ്മൾ എന്തൊക്കെയായിരിക്കും നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് ബ്രീഫായിട്ട് നോക്കാം. ഫസ്റ്റ് യൂണിറ്റിൽ കൺസെപ്റ്റ് ഓഫ് മാനേജിങ് ചേഞ്ച്, അതായത് മാനേജിങ് ചേഞ്ചിന്റെ ഒരു കൺസെപ്റ്റ് എന്താണ് എന്ന് നോക്കും. അതായത് മീനിങ് എന്താണ്, അതിന്റെ ഒരു റെലവൻസ് എന്താണ്, അതായത് ഒരു ഓർഗനൈസേഷണൽ ചേഞ്ചിന്റെ ആവശ്യകത എന്താണ്, അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്, പിന്നെ ചേഞ്ചിന്റെ നേച്ചർ ഏത് രീതിയിലാണ്, ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് ചേഞ്ചിനെ അഫക്ട് ചെയ്യുന്നത് ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ പഠിക്കും. സെക്കൻഡ് യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത് എന്തൊക്കെ ടൈപ്സ് ഓഫ് ചേഞ്ച് അല്ലെങ്കിൽ കൈൻഡ്സ് ഓഫ് ചേഞ്ച് ഏതൊക്കെയാണ്, ടേൺ ഓൺ മാനേജ്മെന്റ് എന്താണ്, പ്ലാനിങ് ചേഞ്ച് എന്താണ്, പ്രോസസ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതാണ് നമ്മൾ നോക്കുന്നത്. ടൈപ്സ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. തേർഡ് യൂണിറ്റിൽ ഫാക്ടേഴ്സ് ക്രിട്ടിക്കൽ ടു ചേഞ്ച്. ചേഞ്ചസിന് ചില ഫാക്ടേഴ്സ്, ക്രിട്ടിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്, അത് ഏതൊക്കെയാണെന്ന് നോക്കും. മേജർ ഫാക്ടേഴ്സ് വിച്ച് ആർ റെസ്പോൺസിബിൾ ഫോർ ചേഞ്ച്, അതായത് ചേഞ്ചിന് ഏറ്റവും ചേഞ്ച് ഒരു മാറ്റം ഉണ്ടാവാനുള്ള ഏറ്റവും വലിയ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഏതാണെന്ന് നോക്കും. എങ്ങനെയാണ് എക്കണോമിക് കണ്ടീഷൻസ് ഒരു ചേഞ്ചിൽ അതിന്റെ ഒരു റോൾ എന്താണ്, എക്കണോമിക് കണ്ടീഷൻസിന്റെ റോൾ എന്താണെന്ന് നോക്കും. പിന്നെ എങ്ങനെയാണ് മോഡൽ ഓഫ് ഡിഫറെന്റ് തിയററ്റീസ്, അതായത് ഓരോ ടൈം പീരീഡിൽ നമുക്കറിയാം ഓരോ മോഡൽസ് അല്ലെങ്കിൽ അങ്ങനെ ഓരോന്ന് ചേഞ്ച് ആയി വരുന്നു, അതിനെക്കുറിച്ച് അത് എങ്ങനെയാണ് അത് വരുന്നത് നമ്മൾ നോക്കും. പിന്നെ ഓർഗനൈസേഷൻ കൾച്ചർ ആൻഡ് ചേഞ്ച്, അവിടെ ഓർഗനൈസേഷൻ കൾച്ചർ എന്താണെന്ന് നോക്കും. ഇൻഡീഷ്യസ് മാനേജ്മെന്റ് നീഡ് അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് കൾച്ചറിനെ അഫക്ട് ചെയ്യുന്നത് നോക്കും. എങ്ങനെ കൾച്ചർ ചേഞ്ച് കൊണ്ടുവരാം, ഇതൊക്കെയാണ് നോക്കുന്നത്. 5th യൂണിറ്റിൽ നമ്മൾ നോക്കുന്നത് അല്ലെങ്കിൽ ഓർഗനൈസേഷണൽ ഡെവലപ്മെന്റിന്റെ ഒരു ഓവർവ്യൂ ആണ്. അവിടെ ഓർഗനൈസേഷണൽ ഡെവലപ്മെന്റ് എന്താണെന്ന് പറയും, അതിന്റെ ഡെഫിനിഷൻസ് നോക്കും, അതിന്റെ ഒബ്ജക്റ്റീവ്സ് ഏതൊക്കെയാണ്, അതിന്റെ ഡിഫറെന്റ് സ്റ്റേജസ് നമ്മൾ നോക്കും. 6th യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇന്റർവെൻഷൻസ് ആണ്. അവിടെ നമ്മൾ ആ ഒരു അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഡെവലപ്മെന്റ് ഇന്റർവെൻഷൻ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതിന്റെ മീനിങ് മനസ്സിലാക്കും. അല്ലെങ്കിൽ അത് എന്തൊക്കെയാണ്, റേഞ്ച് ഓഫ് ഇന്റർവെൻഷൻസ് ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കും. പിന്നെ ചില HR ബേസ്ഡ് ആയിട്ടുള്ള ഇന്റർവെൻഷൻസ് നമ്മളൊന്ന് കുറച്ച് ഡിസ്കസ് ചെയ്യും, ഡീപ്പായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. 7th യൂണിറ്റ് ഈസ് ഓർഗനൈസേഷണൽ അനാലിസിസ്. അപ്പൊ ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഓർഗനൈസേഷൻ അനാലിസിസ് ആണ് അവിടെ നമ്മൾ പഠിക്കുന്നത്. ആ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഓർഗനൈസേഷണൽ ഡയഗ്നോസിസിന്റെ പർപ്പസ് എന്താണ്, ഏതൊക്കെ സ്റ്റെപ്സ് ആൻഡ് മെത്തേഡ്സ് ആണ് അതിൽ ഇൻവോൾവ് ആയിട്ടിരിക്കുന്നത് നോക്കും. മേജേഴ്സ് ആൻഡ് അക്വിസിഷനിൽ നമ്മൾ നോക്കുന്നത് കണ്ടംപററി ഓർഗനൈസേഷണൽ ട്രെൻഡ് ആണ് അവിടെ നോക്കുന്നത്. അതായത് മേജേഴ്സ്, അക്വിസിഷൻസ് ഇതൊക്കെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യും. അതായത് എമേർജിംഗ് ഫോംസ് ഓഫ് മാനേജിങ് ചേഞ്ച് അതൊക്കെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യും. അതുപോലെ തന്നെ എന്താണ് ഹിസ്റ്ററി, അല്ലെങ്കിൽ എന്താണ് ഈ ഒരു മേജറിന്റെ അക്വിസിഷന്റെ ആവശ്യകത എന്താണ്, ഏതൊക്കെ ഫോംസ് ആണ് അതുള്ളത്, ഏതൊക്കെ ടൈപ്സ് ആണ് അതുള്ളത്, പിന്നെ എന്തിനാണ് മേജേഴ്സ് അക്വിസിഷൻ ചെയ്യുന്നത്, അതായത് അതിന്റെ റീസൺസ് എന്താണെന്ന് നോക്കും. പിന്നെ ഇതിൽ ഇൻവോൾവ് ആയിരിക്കുന്ന ഏജൻസീസിന്റെ റോൾസ് എന്തൊക്കെയാണ്. ടേൺ അറൌണ്ട് മാനേജ്മെന്റിൽ നമ്മൾ നോക്കുന്നത് ടേൺ അറൌണ്ട് കൺസെപ്റ്റ് എന്താണ്, അല്ലെങ്കിൽ മാനേജ്മെന്റ് കൺസെപ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, എങ്ങനെയാണ് നമുക്ക് പല കൺട്രീസിൽ നമ്മൾ എങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ പഠിക്കും. 10th യൂണിറ്റ് ഈസ് പ്രോസസ് ബേസ്ഡ് ചാലഞ്ച്. 10th യൂണിറ്റ് ഈസ് പ്രോസസ് ബേസ്ഡ് ചേഞ്ച്. അവിടെ നമ്മൾ പ്രോസസ് ബേസ്ഡ് ചേഞ്ച് എന്താണ് ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ മനസ്സിലാക്കും, അല്ലെങ്കിൽ നമ്മൾ പഠിക്കും. അതുപോലെ തന്നെ എന്തിനാണ് ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു ഓർഗനൈസേഷനിൽ മാറ്റം വരണം, അല്ലെങ്കിൽ അതിന്റെ ആവശ്യകത എന്താണ്. പിന്നെ പ്രോസസ് ബേസ്ഡ് ചേഞ്ച് മെത്തേഡ്സിന്റെ ആ ഒരു കാര്യങ്ങൾ നമ്മൾ പഠിക്കും.
യൂണിറ്റ് 11 എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ബേസ്ഡ് അപ്രോച്ചസ് ടു ചേഞ്ച് ആണ്. ഗ്രൂപ്പ് ബേസ്ഡ് ആയിട്ടുള്ള അവിടെ നമ്മൾ ഇമ്പോർട്ടൻസ്, അതായത് ഗ്രൂപ്പ്സ് ഓഫ് ഇൻ ആൻ ഓർഗനൈസേഷൻ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യും. റോൾ ബേസ്ഡ് ആയിട്ടുള്ള അപ്രോച്ചസ് നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യും. പിന്നെ ഗ്രൂപ്പ് ബേസ്ഡ് ആയിട്ടുള്ള അപ്രോച്ചസ് ഒരു ഓർഗനൈസേഷനിലുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. എന്തൊക്കെയാണ് ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഒരു ടീം ബിൽഡ് ചെയ്യുന്നതിന് നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യും. പിന്നെ എക്സ്പീരിയൻസസ്, ലേൺ ഫ്രം എക്സ്പീരിയൻസസ് ഓഫ് ഓർഗനൈസേഷൻ, അതാണ് ഒബ്ജക്റ്റീവ്സ്. 12th യൂണിറ്റ് ഇസ് എവല്യൂഷൻ ഓഫ് ഓർഗനൈസേഷണൽ ചേഞ്ച്. ഓർഗനൈസേഷണൽ ചേഞ്ചിന്റെ എവല്യൂഷൻ എങ്ങനെയാണെന്ന്, അതായത് ഈ ഒരു യൂണിറ്റ് സ്റ്റഡി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവാലുവേറ്റിംഗ് ചേഞ്ച്, എവല്യൂഷൻ നമ്മൾ ഇവാലുവേറ്റിംഗ് ചേഞ്ചിന്റെ അപ്രോച്ചസ് നമ്മൾ പഠിക്കും. മെത്തേഡ്സ് ഏതൊക്കെയാണ് ഒരു ചേഞ്ച് ഇവാലുവേറ്റ് ചെയ്യുന്നതിന് നമ്മൾ പഠിക്കും. ഇവാലുവേറ്റിംഗ് ചേഞ്ചിന്റെ പിന്നെ റോൾസ് ഓഫ് ഡേറ്റ അനാലിസിസ് ആൻഡ് ഫീഡ്ബാക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കും. 13th യൂണിറ്റ് ഇസ് റോൾസ് ആൻഡ് സ്കിൽസ് മാനേജിങ് ചേഞ്ച്. അവിടെ നമ്മളെന്ന് പറഞ്ഞാൽ നീഡ് എന്തൊക്കെയാണ്, അപ്രിഷിയേറ്റ് ദ നീഡ് ഫോർ ചേഞ്ച്. അതായത് ചില ബിസിനസ് എൻവയോൺമെന്റ് കാരണം ചിലപ്പോൾ നമുക്ക് എന്താണ് ഒരു ചേഞ്ചിന്റെ ആവശ്യകത ഉണ്ടാവും. അപ്പൊ അതിനെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കും. പിന്നെ ചേഞ്ചിങ് റോൾസ് എന്താണ് മാനേജേഴ്സിന്റെ ഓർഗനൈസേഷനിൽ ഇതുമായി ബന്ധപ്പെട്ട്. പിന്നെ അവിടെ എന്താണ് അപ്രീഷിയേറ്റ് ദ റോൾസ് ഓഫ്, അതായത് ഒരു ചേഞ്ചിന്റെ ഒരു ഏജന്റ് ആയിട്ട് മാനേജർ ആക്ട് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കും. പിന്നെ എന്താണ് ബിൽഡിംഗ് ബ്ലോക്സ് ഫോർ ഓർഗനൈസേഷണൽ ചേഞ്ച് ഏതൊക്കെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. ലാസ്റ്റ് യൂണിറ്റ് ഈസ് 14th യൂണിറ്റ്. അവിടെ നമ്മൾ മാനേജിങ് റെസിസ്റ്റൻസ് ടു ചേഞ്ച്. അവിടെ എങ്ങനെ, അതായത് നമ്മൾ ഒരു മാറ്റം കൊണ്ടുവരുമ്പോൾ നമുക്ക് എപ്പോഴും അറിയാം, ഇപ്പൊ നമ്മൾ എന്താണ് പുതിയൊരു ആപ്പ് കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ പുതിയൊരു ടൈപ്പ് എന്താണ് ഇപ്പൊ നമ്മുടെ ഫോണിന്റെ ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ നമ്മൾ ഫോൺ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആളുകൾക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ പണ്ടത്തെ കാലത്ത് ടി.വി. വന്നിരിക്കട്ടെ, നമുക്ക് അന്ന് അത് അഫോർഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ഓക്കെ മാറ്റം, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം വേണ്ട, അല്ലെങ്കിൽ പുതിയൊരു ആപ്പ് വരുന്നു ഫോണിൽ, ഓ അത് വേണ്ട, അല്ലെങ്കിൽ ആളുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞായിരിക്കും നമ്മൾ ചിലപ്പോൾ യൂസ് ചെയ്യുന്നത്. നമുക്കൊരു ഒരു കോൺഫിഡൻസ് കുറവ്, അല്ലെങ്കിൽ ഈ ഒരു മാറ്റത്തിന്റെ ആവശ്യകതയുണ്ടോ, നമ്മൾ എപ്പോഴും എന്തുണ്ട് റെസിസ്റ്റ് ചെയ്യും. അപ്പൊ ആ റെസിസ്റ്റൻസിനെ എങ്ങനെ ഓവർകം ചെയ്യാം, അതായത് എന്താണ് റെസിസ്റ്റൻസ് നമ്മൾ നോക്കും, എങ്ങനെ അതിനെ മനസ്സിലാക്കാൻ നോക്കും, എന്തൊക്കെ രീതിയിൽ നമുക്ക് അതിനെ ഓവർകം ചെയ്ത് മാനേജ് ചെയ്യും. സോ ഇത്രയാണ് ഓർഗനൈസേഷണൽ ഡെവലപ്മെന്റ് ആൻഡ് ചേഞ്ച് എന്ന് നമ്മൾ നോക്കുന്നത്. അതായത് ഓർഗനൈസേഷനുള്ള ആ ഒരു ഡെവലപ്മെന്റ്, അവിടെ ഉണ്ടാകുന്ന ചേഞ്ച്, അതിനെ നമുക്ക് എങ്ങനെ പ്രോപ്പർ രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാം. സോ ഇത്രയാണ് നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൽ നമ്മൾ നോക്കുന്നത്. ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ യൂണിറ്റ്സ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.